നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. വീഡിയോ പുതിയതെന്ന് പറഞ്ഞാലും പഴയ കാലം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്, ഒരു പലഹാരമാണ്. പണ്ട് മുതലേ പണ്ട് മുതലേ എല്ലാ വീടുകളിലും ഇത് ഉണ്ടാക്കുന്നത്. കൂടുതൽ ക്രിസ്ത്യൻസ് വീടുകളിലാണ് ഈ പലഹാരം ഉണ്ടാക്കുന്നത്. അന്നൊക്കെ ഭയങ്കര പാടായിരുന്നു ഇത് ഉണ്ടാക്കാനൊക്കെ. അല്ല, അച്ചപ്പം ഒന്നും അല്ല. ഇത് കുഴലപ്പം എന്ന് പറയും. കുഴലപ്പം എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ കുഴലപ്പം ഉണ്ടാക്കും. മധുരമുള്ള കുഴലപ്പം ഉണ്ട്, മധുരമില്ലാത്ത കുഴലപ്പം ഉണ്ട്. ഈ കൊല്ലപ്പം ഉണ്ടാകുന്ന പണ്ട് ഇങ്ങനെ ഈ വിരളയിലൊക്കെ എണ്ണ തൂത്തിട്ട് ഇങ്ങനെ ഈ വിരളയെ വെച്ച് ചുറ്റിയിട്ട് ഇങ്ങനെ വിരളയിൽ വലിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ പൊടിഞ്ഞു പോകും, ചിലപ്പോൾ പൊടിയാതെ കിട്ടും. അങ്ങനെ ഭയങ്കര പാടായി ഈ പലഹാരം ഉണ്ടാക്കാനൊക്കെ പണ്ടത്തെ രീതി. പക്ഷെ ഇപ്പോഴിത് ഉണ്ടാക്കുന്ന പുതിയ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമുക്കിപ്പോ ഇച്ചിരി കൊല്ലപ്പം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. നമ്മുടെ പിള്ളേർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു പലഹാരമാണ്. ഇത് കുറെ നാൾ ഇരിക്കുന്ന പലഹാരമാണ്. ഇത് വളിച്ചു പോകുക അല്ലെങ്കിൽ അങ്ങനെ ഒന്നും വരുന്ന പലഹാരമല്ല. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയിലൊന്നും ഉണ്ടാക്കി, രാത്രി വെറുതെ ഇരുന്നപ്പോ ഉണ്ടാക്കി. അപ്പൊ ചായക്കൊക്കെ നമ്മൾ 4 മണിക്കൊക്കെ ഒരു കടിഞ്ചായൊക്കെ തിളപ്പിച്ച് വേറെയായി കഴിയാനും നല്ലതാണ്. അതെന്നാ കാണിക്കാൻ കാരണം, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയത് എളുപ്പ രീതിയിൽ കുഴലപ്പം ഉണ്ടാക്കിയത് അല്ലെ, പെട്ടെന്ന് ഉണ്ടാക്കുന്ന രീതി, നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതി ഉണ്ടാക്കിയത്. അപ്പൊ അമ്മ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്ത് നമുക്ക് ചാനലിലൊന്ന് കാണിക്കാം, കാരണം എല്ലാവർക്കും ഉണ്ടാക്കാലോ എന്ന് പറഞ്ഞു. പക്ഷെ നല്ല രുചിയായിരുന്നു, ഭയങ്കര രുചിയാണ് ഈ കൊല്ലപ്പം. എത്ര തിന്നാലും നമുക്ക് മതി വരില്ല. ഞങ്ങൾ ഉണ്ടാക്കിയ കൊല്ലപ്പത്തിന് മധുരം ചേർക്കാൻ ഉണ്ടാക്കി. പക്ഷെ അതാ നല്ലത്. നമുക്ക് ഷുഗറൊക്കെ ഉള്ളവർക്കൊക്കെ ഇപ്പൊ പഞ്ചസാരയൊക്കെ ഒരുപാട് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമ്മള് ഈ മധുരമില്ലാത്ത കുഴലപ്പം എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് കാണാം. കുഴലപ്പത്തിന് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഉള്ളി പൊളിച്ചെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി അല്ലെ. അപ്പൊ നമ്മൾ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി നമ്മൾ അത്യാവശ്യം ഒരു 1.5 പിടുത്തമുണ്ട് അല്ലെ ചുവന്നുള്ളി. എണ്ണയില്ല, കുറെ ഉണ്ട് അല്ലെ. ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി നമ്മൾ കീറിയാണ് വെച്ചാണ് നടുവ് അല്ലെ, പൊടിക്കാൻ എളുപ്പത്തിനാണ്. തേങ്ങ എന്തോരാമ എടുത്തിട്ടുള്ളത്? അതായത് 1/4 തേങ്ങ അല്ലെ, 1/4 തേങ്ങ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു 1/4 തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ള എന്താ, ജീരകം അല്ലെ. അപ്പൊ ജീരകം നമ്മൾ 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെന്താ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, അരയ്ക്കാനായിട്ടാണ് അല്ലെ. അപ്പൊ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇത് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ആദ്യമേ തന്നെ അരപ്പാണ് ആദ്യമേ അല്ലെ. അപ്പൊ ഇതെല്ലാം നമുക്ക് വൃത്തിയായിട്ട് ഒരു മിക്സിക്കകത്തിട്ട് നമുക്ക് അരച്ചെടുക്കും. ഒത്തിരി അങ്ങ് പേസ്റ്റ് പോലെ ഒന്നും അരയ്ക്കണ്ട അല്ലെ, ഒരു ഇച്ചിരി തരിതരിപ്പ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ചുവന്നുള്ളി, വെളുത്തുള്ളി, ജീരകം ഒക്കെ ഇടുന്നത് അവനവന്റെ ടേസ്റ്റിനനുസരിച്ച് അല്ലെ. ഇതിന്റെയൊക്കെ ടേസ്റ്റ് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ചേർക്കാം അല്ലെ. വേണ്ട എങ്കിൽ കുറച്ച് ചേർത്താൽ മതി അല്ലെ. കാരണം എന്താ വെച്ചാൽ അത് നമുക്ക് അത്യാവശ്യം ഇച്ചിരി ടേസ്റ്റ് ഉള്ളതാണ് ഇഷ്ടം അല്ലെ. ഇച്ചിരി ഒരു വെളുത്തുള്ളിയുടെയും ആ ഉള്ളിയുടെയും ജീരകത്തിന്റെ ഒക്കെ കൂടെ ടേസ്റ്റ് ഉള്ളത് ഇഷ്ടമായതുകൊണ്ട് നമ്മൾ ഇത്ര എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്കൊരു കാര്യം, ആദ്യം തന്നെ മിക്സിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അല്ലെ. നമ്മൾ തേങ്ങ ഉള്ളിയൊക്കെ അരച്ചെടുക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പൊ വെള്ളം ഒഴിച്ച് അരയ്ക്കാന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ഒരു ചരുവ എടുത്തിട്ട്, ഒരു പാത്രം, നമുക്കൊരു പാനോ എന്തെങ്കിലും എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഈ ഒരു അരപ്പിട്ടിട്ട് നമ്മൾ ഇനി തിളപ്പിച്ച് കുറുക്കിയെടുക്കാൻ പോവാണ്. ആ കുറുക്കി എടുത്തിട്ടാണ് ബാക്കി പരിപാടി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ വെള്ളമായി എന്നോർത്ത് പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ അരപ്പിട്ടിട്ട് ബാക്കി നമുക്ക് വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് വേവിച്ച് കുറുക്കി നമുക്ക് എടുക്കാം. നമ്മൾ അടുപ്പ വെച്ച് കണ്ടോ, ഇങ്ങനെ നമ്മൾ നന്നായിട്ട് തിളപ്പിക്കുവാണ്. ഇതെല്ലാമേ ചെറുതായിട്ടൊന്ന് വെള്ളം ഒന്ന് പറ്റി, ഒത്തിരി അങ്ങ് പറ്റണ്ട. എല്ലാം നന്നായിട്ട് നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും തേങ്ങയൊക്കെ ഒന്ന് ശരിക്കൊന്ന് വേവണം. അത്രയും നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്നതിന് ശേഷം പിന്നെ നമ്മൾ ഇതിന്റെ അകത്തേക്കാണ് നമ്മൾ ഉപ്പ് ചേർക്കാൻ പോകുന്നത് അല്ലെ. കാരണം നമ്മൾ പൊടിയൊക്കെ കുഴയ്ക്കുമ്പോഴത്തേക്ക് എല്ലായിടത്തും പൊടിയാകാനായിട്ട് നമ്മൾ ഇതിന്റെ അകത്തേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് കുറുകി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ 1 സ്പൂൺ ഉപ്പിടാം, 1 സ്പൂൺ ശകലവും ഇടാം, പിന്നെ വേണേ നമുക്ക് ചേർക്കാം. അങ്ങനെ നമ്മുടെ ആ ഒരു മിക്സ് ഒക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. നമ്മൾ പയ്യെ തീ ഒന്ന് കുറച്ചിട്ട് ഇപ്പൊ നമ്മൾ പൊടി ഇടുവാണ് കേട്ടോ. നമ്മൾ ഇടുന്ന പൊടി ഏതാന്ന് ചോദിച്ചാൽ അരിപ്പൊടി, അപ്പത്തിന്റെയാണ് അല്ലേ അമ്മേ. അപ്പത്തിന് പൊടിച്ച പൊടി നമ്മൾ അതിന്റെ അകത്ത് 4 ഗ്ലാസ്സിന് 1 ഗ്ലാസ് പൊടി ഇടുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അതിന് വേണ്ട അനുസരിച്ച് ഇതിന്റെ ഇട്ട് കൊടുക്കും അല്ലെ. ഇപ്പൊ നമ്മൾ 4 ഗ്ലാസ്സിന് 1 നാഴി ഇട്ടു, നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും ഇനി അല്ലേ. അപ്പൊ ആ 1 ഗ്ലാസ് ഇട്ടതിന് ശേഷം നമ്മൾ വീണ്ടും 1 ഗ്ലാസും കൂടെ 4 ഗ്ലാസ്സിന് ഇട്ട് കൊടുക്കും അല്ലെ. അത്രയും മതി.
ഇത് നന്നായിട്ട് നമ്മൾ ആ മിക്സ് എല്ലാം കൂടെ കൂടി ഇളക്കി എടുക്കുവാണ്, ഇളക്കി കൂട്ടുവാണ്. അപ്പൊ അമ്മയ്ക്ക് ഇളക്കി കൂട്ടാൻ പാടായതുകൊണ്ട് ഒരു കാര്യം ഞാൻ ഇളക്കി കൂട്ടിയതിന് ശേഷം കാണിക്കാം അല്ലേ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ ഇത് വെന്താണ് കേട്ടോ. നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കണ പോലെ തന്നെ ഇതിന് ചൂടുണ്ട്. നമ്മൾ സിമ്മിൽ ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ ചൂടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളിത് ചൂടുവെള്ളം നമ്മൾ അടുപ്പേ വെച്ചിട്ടുണ്ട്. ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് നമ്മൾ ഇനി ഇത് കുഴച്ച് ആവശ്യത്തിന് കുഴച്ച് കൂട്ടുവാണ്. ഇനി നല്ല ചൂടായതുകൊണ്ട് നമുക്ക് തവി ഉപയോഗിച്ച് തന്നെ കുഴച്ചെടുക്കാം. അപ്പൊ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്ത് കൂട്ടിയെടുക്കാം. അപ്പൊ കണ്ടോ, നമ്മൾ ഇങ്ങനെ പൊടി എടുത്തിട്ട് നമ്മൾ അമ്മയാട്ടോ, ക്യാമറ കൈകാര്യം ചെയ്യുന്ന അമ്മയാണ്. അപ്പൊ നമുക്ക് നല്ല ചൂട് ഇതിനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിത് ഇങ്ങനെ തവിയും കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് ഉടച്ച് ഇത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൂട്ടിയെടുക്കണം ഇത്. അപ്പൊ നല്ല ചൂടോട് കൂടിയാണ് ശരിക്കും ഇത് കുഴയ്ക്കുന്നത്. അപ്പൊ ചൂടോട് കൂടി കുഴയ്ക്കുമ്പോൾ യാതൊരു പാടുമില്ല. നമുക്ക് തവിയും കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പയ്യെ ഒന്ന് ചൂട് കുറയുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ കൈ വെച്ച് തന്നെ നമ്മുടെ ചപ്പാത്തിക്കൊക്കെ നമ്മൾ കുഴച്ച് കൂട്ടിയെടുക്കത്തില്ലേ, അതുപോലെ നമ്മൾ കുഴച്ച് കൂട്ടിയിടും. അപ്പൊ ഇത് ഒരു 20 പൊടി ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ 2 ഗ്ലാസ്, 4 ഗ്ലാസും 2 ഗ്ലാസ് ഉണ്ട്. അപ്പൊ ഇനി ഇതിന്റെ അകത്ത് മിക്സിങ് തീർന്നില്ല. ഇനി ഇതിന്റെ അകത്ത് ചില സാധനങ്ങളോട് ചേർക്കാനുണ്ട്. അതൊക്കെ വരുമ്പോഴാണ് നമ്മുടെ കുഴലപ്പം നന്നായിട്ട് പൊള്ളി വരുവുള്ളൂ അല്ലെ, നന്നായിട്ട് വരുത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്ത് എല്ലാം അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഇനി ചേർക്കാനുണ്ട് കേട്ടോ, ഒന്നും തീർന്നില്ല. അപ്പൊ നമുക്ക് ഇത് ആദ്യം ഒന്ന് കുഴച്ചൊന്ന് പരുവപ്പെടുത്തണം നന്നായിട്ട്, ചപ്പാത്തിയുടെ ഒക്കെ പോലെ. എത്ര നന്നായിട്ട് നമ്മൾ കുഴക്കണോ അത്രയും നല്ലത്. ഓക്കെ, അപ്പൊ ഇനി ഇത് ചൂട് കുറച്ചൊന്ന് കുറഞ്ഞെന്ന് പറഞ്ഞാൽ നന്നായിട്ടൊന്നും കുറഞ്ഞില്ല. അപ്പൊ നമ്മളിത് ഇങ്ങനെ ഓരോന്ന് എടുത്തിട്ട് ഇങ്ങനെ ഞെക്കി കണ്ടോ, ഇങ്ങനെ കൈകൊണ്ട് ചൂട് വരും, കുഴപ്പമൊന്നുമില്ല. അപ്പൊ വീണ്ടും തിരിച്ചു വെക്കുക. ചൂട് വരുമ്പോ കൈയൊക്കെ ഒന്ന് ഊതി കൊടുത്താൽ മതി അല്ലേ. എന്നിട്ട് വീണ്ടും നമ്മൾ പിടിക്കൊക്കെ കുഴക്കത്തില്ലേ, അതുപോലെ നമ്മൾ ഇങ്ങനെ കുഴച്ചെടുക്കണം. ഇപ്പൊ നമ്മുടെ ഈ മിക്സ് നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട് കേട്ടോ, അതായത് ചൂട് പോയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മളിത് മുട്ടയുടെ വെള്ളയും മഞ്ഞയും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മുട്ടയുടെ വെള്ളയാണ് നമ്മൾ ചേർത്തിന് കുഴയ്ക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ മുട്ട, അതായത് മഞ്ഞ കൂടി ചേർത്ത് കുഴച്ചാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കുഴയ്ക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിൻ്റെ ഒരു കളറിനൊരു വ്യത്യാസം വരും. അതായത് ഒരു യെല്ലോ കളറിലേക്ക് നമ്മളുടെ ഒരു ചെറിയൊരു മാറ്റം വരും. പക്ഷെ വെള്ളം മാത്രമാണ് നമ്മൾ ചേർത്ത് കുഴയ്ക്കുന്നതെങ്കിൽ അത് നല്ലൊരു കളറിൽ, അതായത് വെളുത്തിരിക്കുന്ന രീതിയിൽ നമുക്കിത് കിട്ടും. ഇനി എന്തിനാണ് മുട്ട ചേർക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇതിങ്ങനെ പൊള്ളച്ച് വരുമല്ലോ. നമ്മുടെ ഈ കുഴലപ്പം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴേ നന്നായി പോളച്ച് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മുട്ട വെള്ള ചേർക്കുന്നത്. ഒപ്പം നമ്മളിത് എള്ള് കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എള്ളൊക്കെ നമ്മൾ ഈ ഒരു സമയത്താണ് ചേർക്കണത്. അപ്പോൾ ഇനി ലാസ്റ്റായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് എള്ള് ചേർത്തു, ഒപ്പം മുട്ട വെള്ളയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇത് ചേർത്തതിന് ശേഷം നമ്മൾ വീണ്ടും നന്നായിട്ട് കുഴയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മളുടെ ഇതിൻ്റെ ഒരു വെള്ളമയം എന്നൊക്കെ പറയുന്നത് ഈ മുട്ടയും കൂടെ ചേർക്കാനുണ്ടെന്ന് ഓർത്ത് വേണം നമ്മൾ ആദ്യം കുഴയ്ക്കാനായിട്ട്. കാരണം മുട്ട വെള്ളയും കൂടെ ചേരുമ്പോഴത്തേക്കും വെള്ളം കൂടി പോകരുത്. അപ്പോൾ ആ ഒരു പരുവം നോക്കി വേണം നമ്മൾ കുഴയ്ക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് എല്ലായിടത്തും നമ്മുടെ മുട്ടവെള്ളം സ്പ്രെഡ് ആവണ രീതിയിൽ നന്നായിട്ട് ഈ കൈ ഇങ്ങനെ മുഷ്ടി ചുരുട്ടി പിടിക്കണ പോലെ പിടിച്ചിട്ട് ഇങ്ങനെയാണ് നമ്മൾ കുഴച്ച് നമ്മൾ കൂട്ടിയെടുക്കുന്നത്. അപ്പോഴാണ് ശരിക്കും ഈ മാവിന് നല്ലൊരു മയത്തിലേക്ക് അത് മാറത്തുള്ളൂ. നമ്മുടെ കുഴലപ്പത്തിൻ്റെ മാവ് കണ്ടില്ലേ, നമ്മുടെ കൂട്ടെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് ഇത് കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ മുട്ടയൊക്കെ ചേർത്താണ് വെച്ചിട്ടുള്ളത്. മുട്ടയൊക്കെ ചേർത്ത് വെക്കുമ്പോഴത്തേക്കുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ നന്നായിട്ട് പോളച്ച് വരാനായിട്ട് ഉള്ള ഒരു ഗുണമുണ്ട് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ മുട്ട ചേർത്തത്. ഇനിയിപ്പോൾ മുട്ട കഴിക്കില്ലാത്ത ആൾക്കാരെ സംബന്ധിച്ച് മുട്ട സ്കിപ്പ് ചെയ്ത് വിടാവുന്നതാണ്. മുട്ട ചേർക്കാതെ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് മുട്ട നല്ലതാണ്. അപ്പോൾ ഇത്രയും മാവുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 20 മാവാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം പറയട്ടെ, നമ്മൾ മുട്ട ചേർത്തപ്പോൾ നമ്മൾ 2 മുട്ട ചേർത്തു കേട്ടോ. 2 മുട്ടയുടെ വെള്ളം നമ്മൾ ചേർത്തു. 1 മുട്ട നമ്മൾ ചേർത്തു. കുഴച്ചതിന് ശേഷം നമുക്ക് കുറച്ചും കൂടെ ആ മാവ് കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി നമ്മൾ കുറച്ച് ഇതും കൂടെ നമ്മൾ ചേർത്തു. അതായത് 2 മുട്ടയുടെ വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉണ്ണിയും കൂടെ ചേർക്കുമായിരുന്നു, നമുക്ക് ഒരൊറ്റ മുട്ട ചേർത്താൽ മതിയായിരുന്നു. ഉണ്ണി നമ്മൾ സ്കിപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി ഉണ്ണി ചേർത്തുന്നിടത്തും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളുടെ ഈ ഒരു കുഴലപ്പത്തിനൊരു മഞ്ഞ പോലത്തെ ഒരു കളറ് വരുമെന്ന് മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകതയൊന്നുമില്ല. ടേസ്റ്റ് വൈസ് നോക്കിക്കഴിഞ്ഞാലും ഉണ്ണിയും കൂടി ഉള്ളപ്പോൾ ഉള്ള ടേസ്റ്റ് വേറെ ടേസ്റ്റാണ്, അത് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് ഉണ്ടാക്കിയത്. ഈ പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം. ഇനിയിപ്പോൾ ഇത് പരത്താനൊക്കെ ആയിട്ടും വളരെ എളുപ്പമാണ്. ആ ഒരു വഴിയും കൂടെ കണ്ട് നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഇനി നമുക്ക് നോക്കാം. പിന്നെ മുട്ട ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം, മാവ് തണുത്തതിന് ശേഷം വേണം മുട്ട ചേർക്കാനായിട്ട്. അല്ലെങ്കിൽ ആ മുട്ട ഇങ്ങനെ പിരിഞ്ഞ് വരുന്ന രീതിയിലായിപ്പോവും.
കൊള്ളപ്പം ഉണ്ടാക്കാൻ പോകണം കേട്ടോ. കൊള്ളപ്പം ഉണ്ടാക്കാനായിട്ട് ഇത് ഞാനിങ്ങനെ കുഞ്ഞു കുഞ്ഞു ഉരുള ഉരുട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഉരുളയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് എത്ര വലുപ്പത്തിലുള്ള കുഴലപ്പാണോ വേണ്ട അതിനനുസരിച്ച് ഉരുളയുടെ വലുപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം നമുക്ക്. ഇപ്പം ഞാൻ വളരെ കുഞ്ഞ് കുഴലപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇപ്പം ഞാൻ ഇത് കുറച്ചുകൂടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാണിക്കും. ഇത് വളരെ കുഞ്ഞ് തന്നെ കണ്ട, കൈ പിടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം വളരെ ചിന്ന കുഴലപ്പാണ്, കുഞ്ഞു കുഴലപ്പാണ് കേട്ടോ ഇപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഞാൻ ഈ ഒരു സെറ്റ് ഇങ്ങനെ കാണിച്ചതാണ്, കാരണം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം. അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഇത്രയാണ് മാവ് എടുത്തിട്ടുള്ളൂ, ഇത്രയും കുറച്ചാണ് മാവ് എടുത്ത് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. അതേസമയം നമ്മൾ കുറച്ചും കൂടെ കൂടുതൽ എടുത്തിട്ട് നമ്മൾ ഉരുട്ടുവാണെങ്കിൽ നമുക്ക് ഈ ഒരു അളവിനൊക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് ഒരു ഗോലിയുടെയൊക്കെ വലിപ്പമാണ് ഇപ്പോൾ ഈ കിടക്കുന്നുള്ളൂ. അതിനേക്കാളും കുറച്ചും കൂടെ വലിപ്പത്തിലെടുത്താൽ നമുക്ക് കുറച്ചും കൂടെ വലിയ കുഴലപ്പം ഉണ്ടാക്കാം. ഇനി കുഴലപ്പം ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളാണ് കേട്ടോ, നമ്മൾ കയ്യിലൊന്നും വെച്ച് ചെയ്യേണ്ട. ഈ കുഴലപ്പം കണ്ടോ, നല്ല സോഫ്റ്റ് കുഴലപ്പാണ് പരത്തി വെച്ചിരിക്കുന്ന കണ്ടില്ല. അപ്പോൾ ഇതെങ്ങനെ പരത്തണേ നമുക്ക് കാണാം. അപ്പോൾ പരത്താനായിട്ട് ഇത് സപ്ലൈക്കോയുടെ ഒരു കവറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. സപ്ലൈക്കോയുടെ നമ്മൾ പഞ്ചസാരയൊക്കെ വാങ്ങി വെക്കേണ്ട കവറില്ലേ, ആ കവറിലാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അമ്മയുടെ കയ്യിലേക്ക് ക്യാമറ കൊടുക്കും, അമ്മ ഇത് ഇങ്ങനെ പിടിച്ചാൽ മതി കേട്ടോ അമ്മ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം കുഞ്ഞു കുഴലപ്പം തന്നെ കാണിക്കാം കേട്ടോ. കുഞ്ഞു കുഴലപ്പം നമ്മൾ ഇങ്ങനെ എടുത്ത് ഈ കവറിൽ നമ്മൾ ചെറുത് അടിച്ചൊരു എണ്ണ പയ്യെ 2-3 തുള്ളി എണ്ണ നമ്മൾ തടവിയിട്ടുണ്ട്. എന്നിട്ട് ഈ കവറ് അടുത്ത കവർ ഇത് ഇങ്ങനെ വെച്ച് നമ്മൾ അടച്ചു. അതിനുശേഷം നമ്മളിത് ഇങ്ങനെ പ്ലേറ്റ് എടുത്തിട്ട് ഇതിന് മുകളിലേക്ക് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തു കണ്ടോ, ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ തുറക്കുന്നു കണ്ടോ. അപ്പോൾ ഒരു കുഞ്ഞ് നമ്മുടെ കുട്ടി പപ്പട ഇല്ലേ, അത്രയും വലിപ്പത്തിലാണ് കേട്ടോ ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് വലിപ്പം നമുക്ക് ഇഷ്ടമുള്ള വലിപ്പമാക്കാം കണ്ടോ. എന്നിട്ട് നമ്മളിത് ഇതിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് റോൾ ചെയ്താൽ നമ്മുടെ കുഴലപ്പം സെറ്റായി കണ്ടോ. ഒന്നും ചുറ്റേണ്ട ആവശ്യമില്ല, കണ്ടില്ല, ഇങ്ങനെ നമുക്ക് ആക്കാം. ഇനി ഞാൻ വേറൊരു കുഴലപ്പം ഇപ്പം നമ്മളിത് പരത്തുമ്പോൾ നമ്മൾ ഇടുമ്പോൾ എണ്ണയ്ക്കകത്ത് നമ്മൾ ഇടുമ്പോൾ ഒന്നിച്ച് ഒരേ വലിപ്പത്തിൽ ഇടണം, അല്ലെങ്കിൽ വേവ് മാറ്റം വരും, മനസ്സിലായോ. എന്നാലും നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഒരെണ്ണം വലുതൊരെണ്ണം ഉണ്ടാക്കി കാണിച്ചു തരാവേ. വലുതുണ്ടാക്കാനായിട്ട് ഈ വലിപ്പം എടുത്ത് കണ്ടോ. അപ്പോൾ നമുക്കത് വലിയ വലിപ്പം എടുത്ത് കഴിയുമ്പോൾ നോക്കിക്കോണം. ഇങ്ങനെ വെച്ചമ്മ ക്യാമറ, ഓക്കെ. എന്നിട്ട് നമ്മളിത് ജസ്റ്റ് ഒന്ന് പയ്യെ, വലിയ പ്രസ്സൊന്നും വേണ്ട, പയ്യെ ഒന്ന് പ്രസ് ചെയ്തു കണ്ടോ. ഒന്നും കൂടെ നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം ഓക്കെ. അപ്പം എന്താ ആദ്യത്തേതിനേക്കാൾ ഇച്ചിരിയും കൂടെ വലിപ്പമായി, ഇച്ചിരി കൂടെ കട്ടിയായിട്ടുണ്ട് ഇതിന് കണ്ടോ. ഇനി നമ്മളിത് ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ എടുത്താൽ മതി കണ്ടോ. ഇതിൻ്റെ വലിപ്പത്തിന് നമ്മളിങ്ങനെ എടുത്ത് ജസ്റ്റ് ഇത് റോൾ ചെയ്ത് ഇങ്ങനെ എടുക്കുമ്പോൾ നോക്കി. ഇപ്പോൾ നമ്മുടെ കുഴലപ്പം കണ്ടോ, ആദ്യത്തെ കുഴലപ്പവും ഈ കുഴലപ്പം തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ കണ്ടില്ലേ. മറ്റേത് കുട്ടി കുഴലപ്പാണ്, ഇത് കുറച്ചും കൂടെ വലിപ്പമുള്ളതാണ്. അപ്പം അമ്മ പറഞ്ഞു ഈ വലിപ്പത്തിൽ ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ഇത് മുഴുവനും നമ്മളിങ്ങനെ കുഞ്ഞിതായിട്ട് ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റാണ് കേട്ടോ കാര്യം പറഞ്ഞല്ലേ. നല്ല കിറുകിറുന്ന് നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷേങ്കിൽ നമുക്ക് ഒത്തിരി സമയം വേണം, രാത്രി ആയതുകൊണ്ട് ചുട്ടെടുക്കാനായിട്ട് ഞങ്ങൾ ഒരാൾ പരത്തുന്നു, ഒരാൾ ചുടുന്നു, അങ്ങനെയാണ്. അപ്പോൾ ഇത് നോക്കി നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഇനിയപ്പോൾ നമുക്ക് ഇത് ചുട്ടെടുക്കാം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇത് നമുക്ക് ഇപ്പം നമ്മൾ എടുക്കുന്നില്ല, നമ്മുടെ കുട്ടിക്കുള്ളപ്പം നമുക്ക് ആദ്യം ചുട്ടുകോരാം അല്ലേ. നോക്കി നമ്മൾ ആദ്യം ഉണ്ടാക്കുന്ന കുട്ടിക്കുഴലപ്പമാണ് ഉണ്ടാക്കുന്നത്. ഈ കുട്ടിക്കുഴലപ്പത്തിന്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വലിയ കുഴലപ്പത്തിനേക്കാളും ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ കുട്ടിക്കുഴലപ്പത്തിന്. കുട്ടിപ്പപ്പടത്തിന്റെ വലുപ്പത്തിൽ എടുത്തിട്ടാണ് നമ്മൾ ഇടുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മൾ ഇത്രയും പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇടാൻ പോവാണ് കേട്ടോ. ഇത് നമ്മൾ നമ്മുടെ കൊച്ചുരുളിക്കകത്താണ് കേട്ടോ ഉണ്ടാകുന്നത്. വലിയ ഉരുളിയിലൊക്കെ വേണേൽ ഇടാം, പക്ഷെ നമ്മുടെ ഉരുളിക്കകത്ത് എണ്ണ ഇട്ടു നമ്മൾ അതിലേക്ക് ഇത് പിറക്കി അങ്ങ് ഇടാൻ പോവാണ് കേട്ടോ ഇനി എല്ലാം. അപ്പൊ നമ്മളിങ്ങനെ ആദ്യം മൊത്തം നമ്മൾ ഇങ്ങനെ പരത്തി വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുത്തിടാനായിട്ട് എളുപ്പമുണ്ട്. അപ്പോൾ അത് ഇടുന്ന അനുസരിച്ച് പൊങ്ങി വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ തീ ഒന്ന് കൂട്ടിയാണ്, ഫുള്ളിലല്ല മീഡിയത്തിലല്ലേ മേ, മീഡിയത്തിലാണ് കിടക്കുന്നത്. അപ്പൊ ഇത് ഒന്ന് സിമ്മിലിട്ടിട്ട് ഒന്ന് സിം ടു മീഡിയമിലിട്ട് ചെയ്യുമ്പോഴാണ് നന്നായിട്ട് വെന്ത് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടത്തുള്ളൂ. പിന്നെ കുട്ടിക്കുള്ളപ്പം ആയതുകൊണ്ട് കണ്ടോ നന്നായിട്ട് ഇപ്പൊ തന്നെ പൊങ്ങി നന്നായിട്ട് വരുന്നുണ്ട്, നല്ല സ്റ്റൈലായിട്ട്. അപ്പൊ നമുക്ക് ഇത് ഫൈനൽ ഇത് കണ്ടോ, നമ്മൾ വെള്ള കളറിൽ തന്നെ കിട്ടുന്ന നമ്മൾ മുട്ടയുടെ വെള്ള ചേർത്തത് കൊണ്ടാണ് കേട്ടോ. വെള്ള മാത്രം ചേർത്തോണ്ട്, മഞ്ഞ ചേർത്ത് കഴിഞ്ഞാൽ കളറ് വേറെ കളറായിരിക്കും പൊങ്ങി വരുമ്പോൾ കാണുന്നത്. അപ്പോൾ ഇത് നമ്മൾ മൊത്തം ഇട്ടോമേ ഇല്ല, ഇനി ഇടാനുണ്ട് അല്ലേ. ഇതിവിടെ കുഞ്ഞുരുളിയിലാണെങ്കിലും കുട്ടി ആയതുകൊണ്ടാണ് ഇത്ര ഇടാൻ പറ്റുന്നത് അല്ലേ. പക്ഷെ നമ്മൾ ഇത്രയും ഉണ്ടാക്കണേ കുറെ സമയം എടുക്കും കേട്ടോ, കുഞ്ഞിതാകുമ്പോഴത്തേക്കും മൂത്ത് തുടങ്ങി. അപ്പോൾ ഇത് ഇത്രയും നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് വേവിച്ച് നമുക്ക് വറുത്ത് കോരി നമുക്ക് എടുക്കാം. അപ്പോൾ നോക്കി എത്ര സിമ്പിൾ അല്ലേ കുഴലപ്പം ഉണ്ടാക്കാനായിട്ട്, ഈസി ആയിട്ട് നന്നായിട്ട് പൊങ്ങി മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ സംഭവം. അപ്പൊ നമുക്കിത് മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ട് കൊടുക്കണം. അതേ അമ്മ കുഞ്ഞൊരു കമ്പിയും കൊണ്ടാണ് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നത്, പപ്പടം കുത്തി കൊണ്ടാണ് കേട്ടോ. അതൊക്കെ നോക്കി നമുക്കിനി കോരി എടുക്കാം. അതൊക്കെ ആരോടും പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം അല്ലെ. അപ്പൊ കൂട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ചെയ്യാം, പരത്തലും എളുപ്പമാണ് അല്ലെ. അപ്പൊ ഇനി നമ്മൾ ഇത് കുട്ടി ഉണ്ടാക്കുന്നുള്ളൂ, ഇനിയുള്ളതെല്ലാം നമ്മൾ വലുതാക്കിയാണ് ഉണ്ടാക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ ഒത്തിരി സമയം പോകും അല്ലെ. അത് തന്നെ നോക്കിയാൽ നമ്മുടെ ആദ്യത്തെ കുട്ടി കുഴലപ്പം എല്ലാം അങ്ങനെ മൂത്തിട്ടുണ്ട് കേട്ടോ.
അപ്പൊ നമ്മളിത് കോരി എടുക്കുവാണ്, കണ്ടില്ലേ? അപ്പൊ നമ്മളൊരു ഓട്ടപാത്രത്തിലേക്കാണ് കേട്ടോ ഇങ്ങനെ കോരി 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 ഇടുന്നത്. അതിന്റെ അടിയിൽ വേറൊരു പ്ലേറ്റും കൂടെ വെച്ചിട്ടുണ്ട്, എണ്ണ ഉള്ളതൊക്കെ ഊറി ഊറി പോരാനായിട്ട്. അപ്പൊ നമുക്ക് എല്ലാം നല്ല സെറ്റപ്പ് ആയിട്ട് കിട്ടിയില്ലേ, നല്ല ഈസി ആയിട്ട് നല്ല കറുമുറുന്ന് ഇരിക്കുന്ന രീതിയിലാണ് കുഴലപ്പം. ഇത് കുട്ടി നമ്മൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. കുട്ടിയാകുമ്പോൾ നല്ല ടേസ്റ്റ് ആണ്. നമ്മൾ വലിയ കുഴലപ്പം കടിച്ച് കഴിക്കണേക്കാളും ഇങ്ങനെ അലിഞ്ഞു പോണ ടേസ്റ്റ് ആയിരിക്കും കുട്ടി കുഴലപ്പത്തിന്, അല്ലേ മേ? രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ അങ്ങനെ ഇടാൻ പോവാണ് കേട്ടോ. രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ ഇത്രയും കുഴച്ചിട്ടും കണ്ടില്ലേ, നമ്മുടെ പൊടി ഇരിക്കുന്ന കണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് നമ്മൾ കുഴച്ചത്, ഇഷ്ടം പോലെ. ഓക്കെ, ഇത് വളരെ എളുപ്പമാണ് കേട്ടോ കുഴലപ്പം ഉണ്ടാക്കാനായിട്ട്. അമ്മ ഇവിടെ എണ്ണയ്ക്കകത്തേക്ക് കുഴലപ്പം ഇട്ടുകൊണ്ടിരിക്കുന്നു, ഞാൻ പരത്തുന്നു, അമ്മ ഇടുന്നു. കുഴലപ്പം ഉണ്ടാക്കിയത് നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് പൊളച്ച് നല്ല സെറ്റായിട്ടാണ് കേട്ടോ കുഴലപ്പം എല്ലാം വന്നത്. നമ്മൾ കുട്ടി കുഴലപ്പമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, ഒത്തിരി വലിപ്പത്തിലല്ല ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് വീട്ടിൽ കഴിക്കാനുള്ളത് നമ്മൾ കുഞ്ഞു കുഴലപ്പമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, ചെറുതായിട്ട്. ആദ്യമൊക്കെ ഉണ്ടാക്കി ഇതിനേക്കാളും ചെറിയ കുഴലപ്പം ഉണ്ടാക്കി. ഇങ്ങനത്തെ കുഞ്ഞു കുഴലപ്പം ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിന്. അങ്ങനെ നമ്മളിത് അടുത്ത ട്രിപ്പ് കുഴച്ച് വെച്ചു. ഇനി ഇതാകെ ഇതും കൂടി ഉള്ളൂ കേട്ടോ. ഇത്രയും കൂടി ആയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പരിപാടി തീർന്നിരിക്കുകയാണ്. പിന്നെ ഇതിനൊരു പ്രത്യേകത ഉള്ളത് എന്താ വെച്ചാൽ എണ്ണയ്ക്ക് ചെലവില്ല, അല്ലേ മേ? എണ്ണ നമ്മൾ ആദ്യം ഒഴിച്ച എണ്ണയാണ് ഇപ്പോഴും ഉള്ളത്, അല്ലേ? പറ്റിയിട്ടില്ല, അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ലാസ്റ്റ് കുഴലപ്പം ഒന്ന് കാണിക്കാവേ. നമ്മൾ ചോറ് കോരി വെക്കണ പാത്രത്തിന് ഒരു പാത്രം കുഴലപ്പാണ് കിട്ടിയേക്കണം, അല്ലേ? കടയിൽ നിന്ന് വാങ്ങിക്കാനാണെങ്കിൽ ഇതൊരു അത്യാവശ്യം നല്ല വിലയുടെ ഉണ്ട്, അല്ലേ? എണ്ണയും കുറച്ച് മതി. അപ്പൊ നിങ്ങൾ ഇതുപോലൊരു കുഴലപ്പം ഉണ്ടാക്കണം. ഇരുന്നാഴിപ്പൊടി ഇല്ലമ്മേ? ഇരുന്നാഴിപ്പൊടി ഒരു 1/2 ലിറ്റർ എണ്ണ ആയിട്ടുള്ളൂ മൊത്തം. ആയില്ല, പൊട്ടിച്ചൊഴിച്ച എണ്ണ അതുപോലെ പാത്രത്തിലുണ്ട്, അല്ലേ? എണ്ണ അധികം അങ്ങനെ വലിച്ചെടുക്കത്തില്ല. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ സ്കൂളൊക്കെ തുറന്നു വന്ന സമയമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ 50 രൂപ കൊടുക്കണം ഒരു കൂടി കൊണ്ടപ്പം വേണമെങ്കിൽ. ഈ 50 രൂപ കൊടുത്ത് കൊണ്ടപ്പം മേടിച്ച് നമുക്ക് ഒരു നേരം ചായക്കില്ല. അപ്പൊ നിങ്ങൾ ആ 50 രൂപയുടെ കൂടെ ഒരു 100 രൂപയും കൂടെ ചെലവാക്കി ഒരു കൊണ്ടപ്പം അതുപോലെ ഉണ്ടാക്കുക. 50 രൂപ കൊടുത്താൽ അതിനകത്ത് കുറച്ച് കാണത്തില്ല, 10 എണ്ണം ഒക്കെ ആയിരിക്കും, ഇച്ചിരി കാണത്തുള്ളൂ. അത്ര കൊണ്ടെന്ന് അറിയത്തില്ല. അതൊക്കെ നമുക്ക് ഒത്തിരി, നമ്മൾ ഇച്ചിരി നേരം ഒന്ന് കഷ്ടപ്പെട്ടാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്കൊക്കെ ഇഷ്ടം പോലെ തിന്ന് നമുക്ക് ചായ കുടിക്കാം. അപ്പൊ നിങ്ങൾ ഇതുപോലെ കുഴലപ്പം ഉണ്ടാക്കി നോക്കണം. അപ്പൊ അടിപൊളി കുഴലപ്പം. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഇത് 3 രീതിയിൽ ഈ കുഴലപ്പം ഉണ്ടാക്കട്ടെ. ഇന്ന് നമ്മൾ കാണിച്ച് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു എന്താണ് നമ്മുടെ സപ്ലൈകോയിലെ കവറിന്റെ അകത്ത് വെച്ചിട്ടാണ് ഈ കുഴലപ്പം മൊത്തം ഉണ്ടാക്കിയത്, അല്ലേ? പക്ഷെ വേറെ രീതിയിൽ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് മറ്റേ പത്തിരി പ്രസർ ഒക്കെ ഉണ്ടെങ്കിൽ, ചപ്പാത്തി പ്രസർ ഇല്ലേ, പത്തിരി പ്രസർ ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ അകത്ത് വെച്ചിട്ട് നമുക്ക് പ്രസ് ചെയ്ത് നമുക്ക് കുഴലപ്പം ഉണ്ടാക്കാം. പിന്നെ നമുക്ക് കൈ കൊണ്ട് ഉണ്ടാക്കാം, അല്ലെ? കൈകൊണ്ട് പെരട്ടിയിട്ട് പിന്നെ കപ്പളത്തണ്ടിന്റെ അകത്ത് വെച്ച് ഉണ്ടാക്കി എടുക്കാം. പിന്നെ ഒരു മാർഗമുള്ള എന്നാ വെച്ചാൽ ഇപ്പൊ ഉണ്ടല്ലോ നമ്മുടെ സേവനാഴിയില്ലേ, ഇടിയപ്പത്തട്ട് പോലത്തെ, അതുപോലത്തെ തട്ടിന്റെ അകത്ത് ഇടുന്ന അച്ച് കിട്ടും കുഴലപ്പത്തിന്റെ, അങ്ങനെ ഉണ്ടാക്കാം. പക്ഷെ അതിലൊക്കെ ഏറ്റവും നമ്മൾ എല്ലാ രീതിയിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള മാർഗം നമ്മുടെ സപ്ലൈകോയുടെ കവർ തന്നെയല്ലേ? അതാണ് ഏറ്റവും എളുപ്പം. ഒരു 2-3 തുള്ളി എണ്ണ അതിൻ്റെ അകത്തൊന്ന് ആദ്യം ഒന്ന് ഒറ്റ പ്രാവശ്യം, ഒരേ ഒരു പ്രാവശ്യം മാത്രം തടവി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ നിങ്ങൾ ഇതുപോലൊരു കൊഴലപ്പം ഉണ്ടാക്കി നോക്കണം, ഉണ്ടാക്കി നോക്കുമല്ലോ, ഉണ്ടാക്കി കഴിക്കണം. അപ്പൊ ഈ കൊഴലപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമന്റും ഒന്നും മറക്കരുത്. അത് തന്നെ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവരും ഒരു പ്രാവശ്യം കൂടെ ഒന്നും കൂടെ കുഴലപ്പം കാണിക്കാട്ടെ. അത് ഇങ്ങനെ പൊളച്ച് വന്നെങ്ങനെ ഉണ്ടോ നന്നായിട്ട്. അതിന് മുട്ട ചേർത്താൽ മതി. പക്ഷെ മുട്ട ഇഷ്ടമില്ലാത്ത ആൾക്കാർ മുട്ട ചേർക്കണമെന്നില്ല, അല്ലേ? മുട്ട കഴിക്കില്ലാത്ത ആൾക്കാരല്ലേ? അപ്പൊ അടുത്തൊരു വീഡിയോ നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.